ഞാനിനി കൂടുതൽ പറയാതെ നിങ്ങളുടെ നമുക്ക് പരിമിതമായ സമയമുള്ളതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുന്നു. സോ ബേസിക് ഈസ് ദിസ്. എനിക്ക് തോന്നുന്നു മെസ്സേജസിൽ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ക്ലാരിറ്റി ഉണ്ട്. നമുക്ക് ചോദ്യങ്ങള് ഞാൻ ചോദ്യം വായിക്കാം സർ. കുട്ടികൾ നിങ്ങളുടെ ചോദ്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാം. ആസ്പിരൻസ് ഒന്ന് ഇപ്പൊ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആസ്പിരൻസ് ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചാറ്റിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഒരു കുട്ടി ചോദ്യം ചോദിച്ചിരിക്കുന്നത്, മൈൻഡ് പലപ്പോഴും ഫോക്കസ്ഡ് ആവുന്നില്ല. അപ്പോൾ പ്രിപ്പറേഷന്റെ കാലഘട്ടത്തിൽ മൈൻഡ് ഫോക്കസ് ആവാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ എക്സ്പേർട്ട് നിങ്ങളാണല്ലോ. എന്തായാലും ഈ മൈൻഡ് ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ആ ഒരു കൺവിക്ഷൻ നമ്മളെ മനസ്സിലെപ്പോഴും വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മൾ ഒരുപാട് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പരീക്ഷ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മള് ഇഫ് യു ആർ റിയലി ഇന്റൻഷ്യലി പാഷനേറ്റ് ടു അച്ചീവ് ദിസ് ഡ്രീം ആൻഡ് ഗോൾ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായും നിങ്ങൾക്ക് കിട്ടുന്ന സമയം തികയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ടാവുക. കാരണം 2010 പ്രിലിംസിന്റെ ഒരു 3 മാസം മുന്നേ എനിക്ക് ഒരു പേഴ്സണലായ ചെറിയ പ്രയാസങ്ങൾ, അതായത് അസുഖമൊക്കെ വന്നു. എനിക്ക് ഡൽഹിയിൽ നിന്ന് എൻ്റെ പ്രിപ്പറേഷൻ അവസാനിപ്പിച്ച് മടങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തില് പലതരം സ്വാഭാവികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രിലിംസ് പാസ്സാവണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം. ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ, വി ഷുഡ് ബി ട്രൂത്ത്ഫുൾ ടു അവർസെൽവ്സ്. നമ്മൾ നമ്മളോട് തന്നെ ആത്മാർത്ഥതയും ആ സിൻസിയറിറ്റിയും കാണിക്കുമ്പോഴാണ് പറയപ്പെട്ട ഒരു ഫോക്കസിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്കങ്ങനെ ഒരു മൂഡ് ഓഫ് ആയ സമയം, മൂഡില്ലാത്ത സമയം എന്ന് നമ്മൾ വേർതിരിക്കുന്നതിന് പകരം നമുക്ക് ഒരുപാട് വൈവിധ്യമായ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരേ സബ്ജക്റ്റ് അല്ലല്ലോ, നമുക്ക് പലതും പഠിക്കാനുണ്ട്. അപ്പൊ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സ്വിച്ച് ഓവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു മൊമെന്റം ബാലൻസ് ചെയ്യാൻ പറ്റും. രണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇതുപോലെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസം നിരന്തരമായി അനുഭവപ്പെടുകയാണെങ്കിൽ, ഇറ്റ്സ് ബെറ്റർ ടു ഗോ ടു എ ഗ്രൂപ്പ് ഹു ആർ റിയലി പ്രിപ്പയറിംഗ് ഫോർ ദിസ് എക്സാം സീരിയസ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ പാർട്ടാകുമ്പോൾ, കാരണം അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ആരുടെ കൂട്ടത്തിൽ ആരെ കൂടെ എത്തിപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിരന്തരമായി മൂഡ് ഓഫ് ആവുന്ന ആളുകളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും ഫൈനൽ എഫക്റ്റ്. മറിച്ച് പല പരിമിതിയിൽ നിന്നും ഇത് ചെയ്യാൻ പറ്റുന്ന എത്രയോ ആളുകളും. അപ്പൊ അതുകൊണ്ട് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു, ബി മ്യൂച്വലി മോട്ടീവ്.
നിങ്ങൾ പരസ്പരം എന്താ ചെയ്യുക? കാരണം നമ്മൾ പരിമിതമായ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ ഇരുന്നവരുടെ എണ്ണം കുറവായിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്ത് പരസ്പരം സഹകരിച്ച്, കാരണം ഒരാള് എന്തെങ്കിലും പ്രശ്നമോ പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു മെന്ററായിട്ട് നമ്മൾ മാറുക, തിരിച്ചിങ്ങനെയും മാറുക. കാരണം നമ്മൾ ഓൾ അവർ എയിം ഈസ് സെയിം. ഇങ്ങനെയുള്ള ഇന്ന് മറ്റേ ഫോണും വാട്സപ്പും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് നിങ്ങൾ അതൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏതാനും ചില ആളുകൾ ഉണ്ടാവും. ഒരു അരമണിക്കൂറോ 10 മിനിറ്റൊക്കെ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ മാത്രം അനുഭവിക്കുന്ന ഒന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രമല്ല, എത്രയോ കവികൾ, സാഹിത്യകാരന്മാര്, ഇവരൊക്കെ ഇവരുടെ ഈ അവരുടെ ആ ഒരു പ്രത്യേകമായ മായാപ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് അതെല്ലാം ആ എഴുത്തിന്റെ ലോകത്തിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഇതെല്ലാം ഒഴിവാക്കി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ പോയി. അപ്പൊ ഇന്നത്തെ ഈ ഫോണും ഈ പറയപ്പെട്ട ഇതൊക്കെ ഉപയോഗിച്ച് അവർക്കൊരു ആക്ച്വലി ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു പ്ലഷർ ഡിറൈവിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പൊ അത് ചില വാക്കുകളാവാം, ചില അപ്രിഷിയേഷൻസ് ആവാം, നമ്മൾ ഭൂമിയിൽ മുമ്പ് നേടിയ ചില കാര്യങ്ങളെ കുറിച്ചുള്ള വീണ്ടുമുള്ള ഉണർത്തലാവാം, നമുക്ക് കഴിയുമെന്നുള്ള ചില വാക്കുകളാവാം. അപ്പൊ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ നമ്മൾ കണ്ടെത്തി നമ്മളെ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു വലയം നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, ഞാൻ ഇതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇത് കൂടുതലായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മറുപടി പറയുന്നു വിചാരിക്കുക. ഓക്കെ, അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിഹിൽ സി ബേബിയാണ്. നിഹിലിന്റെ ചോദ്യം ഇതാണ്: സാറ് എഴുതിയപ്പോൾ മലയാളത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു സാറിന്റെ ഒരു പ്രിപ്പറേഷൻ എന്നുള്ള ഒരു ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ എഴുതിയിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മളൊരു മെറ്റീരിയൽസിന്റെ കാര്യം മാത്രമല്ല, നമ്മളിപ്പോ 1995 മൊബൈൽ തന്നെ നമ്മുടെ നാട്ടിൽ വരുന്നത് അല്ലേ? എത്ര വർഷമായി? ഒരു 21-26 വർഷമായിട്ടുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിൽ ഈ ക്വാണ്ടം ജമ്പൊക്കെ ഉണ്ടായതൊക്കെ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം കൊണ്ടാണ്. എന്നതുപോലെ സിവിൽ സർവീസ് മേഖലയിലും നമ്മൾ പൊതുവെ എന്തായാലും 10 വർഷത്തിന് 2010 ഞാൻ മെയിൻസ് ചെയ്യുന്നത്. 11 വർഷം കഴിഞ്ഞു. വളരെ പരിമിതമായ പുസ്തകങ്ങൾ മാത്രമേ അന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഒരുപാട്, ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. കൂടുതൽ NCERT-യുടെ ഒക്കെ എല്ലാ പുസ്തകങ്ങളുടെയും പരിഭാഷകളും മലയാളത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്. വെദർ നിങ്ങൾ ഈ പഠിക്കുന്നത് ഇംഗ്ലീഷ് ടെസ്റ്റിൽ നിന്നോ മലയാളത്തിൽ നിന്നോ എവിടുന്നോ എന്നുള്ളത് അത് നോക്കൂ. അത് എവിടെ നിങ്ങൾ ഹിന്ദി ടെസ്റ്റിൽ നിന്ന് പഠിച്ചാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അടിസ്ഥാനപരമായ പദപരിചയവും സമ്പത്തും നിങ്ങളുടെ ആ ഒരു ഇൻബിൽട്ടായി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ വിജ്ഞാനം നിങ്ങൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഏത് സോഴ്സിൽ നിന്നും പഠിക്കാം. അപ്പൊ ഇന്ന് കൂടുതലായിട്ട് സോഴ്സുകൾ ലഭ്യമാണ്. ഈ ലഭ്യമാണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിതൊരു എക്സാമിനേഷൻ ആണ് എന്നല്ല നമ്മളിത് പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സ്കൂളുകളിലൊക്കെ എഴുതിയതൊക്കെ എക്സാമിനേഷൻ ആയിരുന്നു, പരീക്ഷകളായിരുന്നു. ദിസ് ഈസ് നോട്ട് ആൻ എക്സാമിനേഷൻ, ദിസ് ഈസ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറയപ്പെട്ട അവസരങ്ങളൊക്കെ ഉള്ളവർക്കും കിട്ടുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ എഡ്ജ് യു ആർ ഗോയിങ് ടു ക്രിയേറ്റ്? അതാണ് നിങ്ങളുടെ വിജയം. ആ എഡ്ജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എത്രയോ മാസങ്ങളും വർഷങ്ങളും നിങ്ങൾ ഒരു പക്ഷേ പരിശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട. ഈ വർഷങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ വ്യക്തിത്വങ്ങൾ, നമ്മളെ പ്രോത്സാഹിപ്പിച്ചവർ, നമ്മളെ
നമ്മളെ ഒരു ഘട്ടത്തിൽ പ്രൊവോക്ക് ചെയ്തവർ, നമ്മളെ ഇഴുകയത്താൻ പരിശ്രമിച്ചു, അങ്ങനെ പല ആളുകളും, ഇവരൊക്കെ നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അതെല്ലാം നമ്മളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കും, നമ്മളുടെ അപ്രോച്ചിനെയും ഔട്ട്ലുക്കിനൊക്കെ ഈ പറയപ്പെട്ട കാര്യം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഞാൻ ഈ എഴുതുന്ന സമയത്ത് പൊതുവെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു. ഓക്കെ, അടുത്തൊരു ചോദ്യം, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് സാറിൻ്റെത് എങ്ങനെയായിരുന്നു? അപ്പം മലയാളത്തിൽ ഇന്റർവ്യൂ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ? നമിത മോഹനാണ് ഈ ചോദ്യം ചോദിച്ചത്. ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് കരുതിയിരുന്ന ഒരു ചോദ്യമാണ് ഇത്. എൻ്റെതൊരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം, നിങ്ങൾ ആരും അത് ജനറലൈസ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന മൂന്നാമത്തെ ഇന്റർവ്യൂ ഘട്ടത്തിൽ നമ്മൾ മെയിൻസ് പരീക്ഷ എഴുതുന്നതിന് മുന്നെയാണ് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. നമ്മൾ ഏത് മീഡിയത്തിലാണ് പരീക്ഷ എഴുതുന്നത്, അല്ലെങ്കിൽ ഏത് മീഡിയത്തിലാണ് നമ്മൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ അന്നത്തെ, കാരണം നേരത്തെ മലയാളത്തിൽ എഴുതിയ ഒരാളെ ഞാൻ കാണുകയോ അങ്ങനെ ഒരാളോട് സംസാരിക്കാനോ, സത്യത്തിൽ അത്തരം ഒരു അറിവ് പോലും പരിമിതമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എൻ്റെ മുന്നേ നടന്ന ഒരു മാതൃക ഇല്ല, ഉണ്ടായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. അപ്പോ എന്തായാലും നമ്മൾ പ്രിലിംസ് പാസ്സായാലും മെയിൻസ് എഴുതണമല്ലോ. മെയിൻസ് പാസ്സായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇന്റർവ്യൂവിന് പോകണ്ടേ. അങ്ങനെ വരുമ്പോ ഞാൻ അന്ന് എൻ്റെ ആ പരിമിതമായ അന്നത്തെ ആ സാഹചര്യത്തിൽ നിന്ന് എൻ്റെ ബുദ്ധിയിൽ ഉദിച്ച അന്നത്തെ ഒരു ഉത്തരം, എനിക്ക് മലയാളത്തിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിനൊരു കാരണം, നിങ്ങൾക്കിപ്പോൾ ആ പ്രശ്നം നിങ്ങൾ നേരിടുന്നത് എനിക്കറിയില്ല. ഇത്രമാത്രം ഈ പരീക്ഷയെ അടുത്തറിയാനും ഈ പരീക്ഷയെ ഇത്രമാത്രം ഒരു ഇതിന്റെ വിവിധ വശങ്ങളും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പല കാരണങ്ങളെ കൊണ്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിലൊക്കെ കേട്ട ഒരു ഇന്റർവ്യൂ കൺസെപ്റ്റ് മാത്രമായിരുന്നു. ഞാൻ സ്വാഭാവികമായിട്ടും മറ്റു പല സുഹൃത്തുക്കളും ഇങ്ങനെ മലയാളത്തിലൊക്കെ എഴുതിയവരോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത്, എൻ്റെ ഇന്റർവ്യൂ അങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് മാത്രമാണ് മലയാളത്തിൽ സംസാരിക്കുന്നു. കാരണം നമ്മൾ പറയുന്നു, ഇന്റർപ്രിറ്റർ അത്, പരിഭാഷകൻ അത് മാറ്റി പറയും, അതായത് പരിഭാഷപ്പെടുത്തി പറയും. അതൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും ആ പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ അത് ഒരു പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നത് പൂർണ്ണമായിട്ടും. ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാന് ഈ ഒരു ഉത്തരം പറയുന്നു, ഇന്റർവ്യൂ ബോർഡ് വളരെ കൗതുകത്തോടു കൂടി ആ മലയാളം കേൾക്കുന്നു, പരിഭാഷകൻ അത് മാറ്റി പറയുന്നു. ഈ പരിഭാഷകൻ പറയുന്ന ഇംഗ്ലീഷിൽ ആ ഉത്തരം കംപ്ലീറ്റ് അല്ല, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആണ് എന്നുള്ളത് എൻ്റെ മുഖഭാവത്തിൽ നിന്ന് ഇവർ വായിച്ചെടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർക്ക് എന്താ മനസ്സിലാവുന്നത്, ഈ പറയുന്ന വ്യക്തിക്ക് ആ ഇംഗ്ലീഷിൽ അതല്ല ഈ ഉത്തരം തമ്മിൽ ഒരു ഡിസ്കണക്ട് ഉണ്ട്, അതിനൊരു പരിപൂർണത ഇല്ല എന്ന് ഇവർക്ക് മനസ്സിലാവുമ്പോൾ അവരെന്നോട് പറഞ്ഞു, യു കണ്ടിന്യൂ, യു ഗോ ഹെഡ് വിത്ത് ഇൻ ഇംഗ്ലീഷ്. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. ആക്ച്വലി ഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും മെച്ചപ്പെടുത്താൻ പറ്റുന്ന അത്രയും ചെയ്തോളൂ. പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് കൺവേയിങ് ആ കാര്യം, ആശയവിനിമയം, അതാ മറ്റേ ആളുകൾക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. നിങ്ങളെ ഗ്രാമറും മറ്റു കാര്യമൊക്കെ പിന്നീട് ഞാൻ അത്ര ചെറുതായി കാണില്ല. അത്തരം ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മള് ആ കാര്യം അങ്ങോട്ട് കൺവേ ചെയ്യാം അല്ലേ. അപ്പൊ അതുകൊണ്ട്
അതെ, തീർച്ചയായിട്ടും ഇന്റർവ്യൂ എന്ന് പറയുന്ന, ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്നത്, ഏതാനും ചോദ്യങ്ങൾ കഴിഞ്ഞതോടെ ഇംഗ്ലീഷ് തുടരാൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞതിന്റെ ആശയം പൂർണ്ണമായും വ്യക്തമാക്കാൻ തർജ്ജമക്കാരന് കഴിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം ഉത്തരങ്ങൾ ചുരുക്കിയോ വിശദമായോ നൽകുന്നതിലെ അഭംഗി സമിതിയിലുള്ളവരും ശ്രദ്ധിച്ചിരുന്നു. അവർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? എൻ്റെ മുഖഭാവം. ഐ ആം വെരി റെസ്റ്റ്ലെസ്. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വേർഡ് ബൈ വേർഡ് അല്ല ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായിരുന്നു തുടക്കത്തിലുള്ള അറ്റംപ്റ്റ്. പക്ഷെ അത് പിന്നീട് എന്ത് ചെയ്തു? യു ലെറ്റ് ഹിം കംപ്ലീറ്റ്, ദെൻ യു ട്രാൻസ്ലേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇത് കേൾക്കണം, അത് മനസ്സിലാക്കണം. അതൊരിക്കലും നമ്മൾ പറയുന്ന ആ വേവ് ലെങ്ത്തിൽ കൺവേ ചെയ്യാൻ അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് വാക്കുകളുടെ അല്ലെ അക്ഷരങ്ങളുടെ ഒരു ആശയങ്ങളുടെ കൂട്ടല്ല, മറിച്ച് ദർ ആർ സം ഇമോഷൻസ് ദർ. നമ്മളുടെ ആ ഇമോഷൻസും വൈവിധ്യമായ ഭാവങ്ങളൊക്കെ അടങ്ങിയ ആ ഒരു ഉത്തരമാണ് മറ്റൊരു വ്യക്തിയിലേക്ക് കൺവേ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ നിങ്ങളെ മുന്നിൽ ഇപ്പൊ 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു ഇന്റർവ്യൂ മാത്രമല്ല, എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇന്നിപ്പോ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒന്നാമത്തെ കാര്യം, ഇന്നത്തെ രാത്രി അല്ലേ മലയാളത്തില് സിവിൽ സർവീസ് എഴുതാൻ പോകുന്നവരാണ്. പല ആളുകളുടെയും ഓപ്ഷൻസ് ഒരു പക്ഷെ മലയാളം ആയിരിക്കാം. അങ്ങനെയാവുമ്പോ കണ്ണീരും കിനാവിലും വീട്ടി ഭട്ടതിരിപ്പാട് പറയുന്ന ഒരു പ്രത്യേക ഒരു പാർട്ടുണ്ട് അല്ലേ? സായന്തനക്കാറ്റേറ്റ് ആൽമരച്ചുവട്ടിലിരുന്ന വീട്ടിയോട് ആ തീയാടി പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഈ കണക്കൊന്ന് പറഞ്ഞു തരുമോ? അന്നത്തെ രാത്രിയിൽ, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, അന്നത്തെ രാത്രിയിൽ വീട്ടി പറയുന്നു, അന്ധകാരം നിറഞ്ഞ ആ രാത്രിയിൽ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു. അല്ലേ? മാലോകരം ഒന്നടങ്ങ് ഉറങ്ങുന്ന സമയത്ത് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചു. ഒരു പക്ഷേ നിങ്ങളെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട, കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കൊണ്ട് കേൾക്കാനുള്ളതാണ്. പക്ഷെ ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ, കാരണം മനുഷ്യ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വർഷങ്ങൾ, ഇറ്റ്സ് എ വൺ ടൈം ഓപ്പർച്യൂണിറ്റി. ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് വരുന്ന ഈ കാലഘട്ടത്തിൽ ഓഫ് കോഴ്സ് നമുക്കിനി ഉറപ്പുള്ള 2-3 ഒരു കാര്യം, നമ്മൾ ജനിച്ചു, പക്ഷെ നമ്മൾ മരിക്കും. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു പിന്നിട്ടതൊക്കെ പോയി. ഇനി നമുക്ക് മെട്രിക്കുലേഷൻ 10ാം ക്ലാസ്സിലോ പ്ലസ് 2-ലൊക്കെ പോയിട്ട് ഇത് മാറ്റി എഴുതാനോ അതൊന്നും പറ്റില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ഏത് മീഡിയത്തിൽ എഴുതണം എന്നുള്ളത്, അതിന്റെ ഉത്തരം നിങ്ങളെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അതായത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഏത് വഴിയിലൂടെ പോയാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുക എന്നുള്ള ശ്രമം നടത്തുക. ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്താൽ പരമാവധി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങളത് വിജയത്തിലെത്തിക്കാൻ പരിശ്രമിക്കുക. ഞാനത് പറയാൻ കാരണം, മലയാളത്തിൽ ഇന്റർവ്യൂ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനം ഇപ്പൊ എടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അത്തരം ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഘട്ടത്തിലും നിങ്ങൾക്ക് മെയിൻസ് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മലയാളത്തിൽ നൽകാം, യാതൊരു തടസ്സവുമില്ല. ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി, അവർ നാഷൻ. കാരണം വീണ്ടും ആ കാര്യം നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതായത്
ഒരു ഭാഷ എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരു അർഹതപ്പെട്ട ഒരു കുട്ടിയും അല്ലെങ്കിൽ ഒരു സിറ്റിസണും ഈ രാഷ്ട്രത്തിന്റെ മെറിറ്റ് ഓറിയന്റഡ് ആയി നടക്കുന്ന ഈ പരീക്ഷയിൽ പിന്തള്ളി പോകരുത് എന്നുള്ള ഈ രാഷ്ട്രശില്പികളുടെ സ്വപ്നമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത്. കാരണം ഒക്കെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും പല ജീവിത സാഹചര്യം നിന്ന് വരുന്നവരാണ്. ആളുകൾ എല്ലാവർക്കും അവരുടേതായ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാവർക്കും ഉണ്ട്. ചില അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയാണ് ആ അവസാനത്തെ ഇന്റർവ്യൂ സ്റ്റേജിൽ ഇരിക്കുന്നത്. സോ സിമ്പിൾ. ജീവിതം മുഴുവൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അമേരിക്കയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ജീവിച്ചു വളർന്ന ഒരു വ്യക്തി അമേരിക്കയിൽ, അദ്ദേഹത്തിന് 21-ാമത്തെ വയസ്സിൽ സിവിൽ സർവീസ് എഴുതണമെന്ന് തോന്നി. അദ്ദേഹം പ്രിലിമിനറിയും മെയിൻസും കഴിഞ്ഞ് ഇന്റർവ്യൂവിന് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ബയോഡാറ്റയും റെസ്യൂമയും പറയുന്നുണ്ട് ഓ ഈസി, അദ്ദേഹം ആരാണ് എന്ന് അവിടെ അവരുടെ മുന്നിൽ ഒരു ചിത്രമുണ്ട്. അതല്ല കേരളത്തിന്റെ ഏതോ, അല്ലെങ്കിൽ കേരളം എന്ന് പറയുമ്പോൾ നാഗാലാൻഡിലെ ഒരു കുഗ്രാമത്തിൽ നിന്ന്. ഇപ്പൊ ഞാൻ നാഗാലാൻഡിലെ കൊഹിമയിലാണ്. 3 വർഷം മുന്നേ നാഗാലാൻഡിലെ കിഫിരെ എന്നറിയപ്പെടുന്ന മ്യാൻമാറിന്റെ, കാരണം നാഗാലാൻഡിലെ കൊഹിമയിൽ നിന്ന് ആ ജില്ലയിലേക്ക് 10 മണിക്കൂർ യാത്ര ചെയ്യണം. തെറ്റിദ്ധരിക്കരുത്, ട്രെയിനോ മറ്റ് ബസ്സൊന്നുമില്ല. അല്ല, ബസ്സൊക്കെ ഒറ്റപ്പെട്ട ബസ്സുകളേ ഉള്ളൂ. മലകൾ താണ്ടി നമ്മളെത്തണം. ആ ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടിയും ഈ പരീക്ഷ എഴുതുന്നുണ്ട്. ഈ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഈ കുട്ടിയെയും നേരത്തെ പറഞ്ഞ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ പഠിച്ചു വളർന്ന ഈ രണ്ടാളെയും ഒരേപോലെ കാണുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സോ നിങ്ങളിലാണ് വിശ്വാസം വേണ്ടത്. കാരണം നമുക്ക് മാറ്റി എഴുതാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. 11 വയസ്സ് വരെ ഒരു നാട്ടിലെ ആ 80കളിലെയും 90കളുടെയും സകല വിധത്തിലുള്ള ജീവിതത്തിന്റെ ആ വർണ്ണാഭമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. ഒരു പൂമ്പാറ്റയെ പോലെ പറന്ന് നടന്ന ഞാന് ആക്ച്വലി നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അതായത് ഒരു ജീവിതത്തിന്റെ അല്ലലില്ലാത്ത ആനന്ദം അത് ജീവിതത്തില് കാണാൻ പറ്റി. അപ്പൊ 11-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരണപ്പെട്ട് ഒരു അനാഥാലയത്തിലേക്ക് പോവേണ്ടി വരുമ്പോ ഞാൻ ജീവിതത്തിൽ കണ്ടതിന്റെ മറ്റൊരു മറുവശമാണ് അവിടെ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കംപ്ലീറ്റ് അബ്സല്യൂട്ട് ഫ്രീഡം, അക്കാദമിയുടെ പേരൊക്കെ പറഞ്ഞ ഒരു അബ്സല്യൂട്ട് ഫ്രീഡമാണ് ഈ പറഞ്ഞ 11 കൊല്ലം. പിന്നെയുള്ള 21 വയസ്സ് വരെ ഓർഫനേജിൽ ജീവിക്കുമ്പോൾ അതൊരു റിസ്ട്രിക്റ്റഡ് ആയിട്ട്, ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണ്, ഹൗ ടു ഫോക്കസ്. നമ്മളെ തന്നെ റിസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഫോക്കസിലാക്കി മാറ്റണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് ഒരുപാട് സംസാരിക്കേണ്ടതുണ്ട്. നമ്മളോട് ആ സെൽഫ് ടോക്ക് എന്നുള്ളത് നമ്മൾ നിരന്തരമായി നമ്മോട് സംസാരിക്കേണ്ടതുണ്ട്. നമ്മളുടെ ആ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരുപാട് സംസാരം. ഈ സംസാരത്തിലൂടെയാണ് നമ്മളത് ഒരു ഹാബിറ്റായി, ഒരു ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അതുവരെയുള്ള സ്റ്റേജിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, അല്ലേ? നോക്കൂ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ 21 വയസ്സ് വരെ ഞാൻ IAS എന്ന് കേൾക്കുന്ന പോലുമില്ല. ഓർഫനേജ് കാലഘട്ടങ്ങളിൽ ജസ്റ്റ് ഏതോ അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഒരു പഠന ശിബിരത്തിൽ ഏതോ ഒരു കരിയർ ക്ലാസ്സിൽ ഞാൻ അതിന്റെ വാക്ക് ആരോ ഒന്ന് പറഞ്ഞ് ജസ്റ്റ് കേട്ടൊരു ഓർമ്മയുള്ളൂ, ഒരു മങ്ങിയ ഓർമ്മയാണ്. 21 വയസ്സിന്റെയും 31-ാമത്തെ വയസ്സിലാണ് IAS എത്തുന്നത്. അപ്പം
IAS പരീക്ഷ വിജയിക്കുന്നത്, അല്ലെങ്കിൽ സിവിൽ സർവീസ്, ഞാൻ IAS എന്ന് വിളിക്കുന്ന സിവിൽ സർവീസാണ്. ഞാൻ പറയുന്നത് നിങ്ങളെ ഒരു തരത്തിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ പറയപ്പെട്ട എല്ലാ കഴിവുകളോട് കൂടി തന്നെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മെന്റർ സഹായത്തോടു കൂടി നിങ്ങളെ ഏത് മേഖലയിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടെത്തണം. സിവിൽ സർവീസ് മാത്രമല്ല, ഏത് മേഖലയാണ്. സിവിൽ സർവീസ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് അവിടെ ഫോക്കസ് ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഇതല്ല നമ്മളെ മേഖല എന്ന് തിരിച്ചറിഞ്ഞാൽ ഏതാണോ മേഖല എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായിട്ട് എംബ്രേസ് ചെയ്യാനുള്ള, അതിന് പൂർണ്ണമായും എടുക്കാനുള്ള ഒരു പരിശ്രമമാണ് നിങ്ങൾ വാങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ ഞാൻ എൻ്റെ ഒരു അനക്ഡോട്ടിലേക്ക് പോയത്, നിങ്ങള് അവസാനത്തെ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ നിങ്ങൾ ഒരു പരീക്ഷ എന്ന രൂപത്തിൽ കാണുന്നതിലപ്പുറം, പണ്ടൊരിക്കൽ ഞാൻ ഡൽഹിയിൽ ചെന്ന സമയത്ത് ഒരു അധ്യാപകൻ പറഞ്ഞതുപോലെ വി നീഡ് ടു പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ് ഇന്റർവ്യൂ ഫസ്റ്റ്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് പേഴ്സണാലിറ്റി ടെസ്റ്റിനാണ്. മറ്റതൊക്കെ നമ്മൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പരീക്ഷകൾ എഴുതിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പൊ അതിനൊക്കെ ഫൈൻ ട്യൂണിങ്ങും അതിനുള്ള പൂർണ്ണമായ, ഞാൻ നേരത്തെ പറഞ്ഞ, നിങ്ങളെ തന്നെ ഒരുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇന്റർവ്യൂയെ കുറിച്ച് കൂടുതൽ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങളെ തന്നെ എഴുതി കൊടുക്കുന്ന ആ റെസ്യൂമേലും ബയോഡാറ്റയിലും നിങ്ങളുടെ അച്ഛൻ്റെ പേരും നിങ്ങൾ പഠിച്ച സ്കൂളും നിങ്ങൾ പിന്നിട്ട വഴികളൊക്കെ ഒരു ബ്രീഫായിട്ട് അവരെ മുന്നിലുണ്ട്. ആ ബ്രീഫിൽ നിന്ന് അവർ വരച്ചെടുക്കുന്ന ഒരു ചിത്രമുണ്ട്, അവരെ മനസ്സിൽ അവർ കോറിയിടുന്ന ഒരു ചിത്രമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുന്നതിന് മുന്നിൽ നിങ്ങളുണ്ട്. പറ്റുമെങ്കിൽ ആ ഒരു പ്രതീക്ഷയുടെ താഴെ നിങ്ങൾ പോവാതിരിക്കുക. അതിനുള്ള പരിശ്രമമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം വീണ്ടും ഞാൻ പോവാണ്, ഗോയിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ്. ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങളിൽ, കാരണം വളരെ റിമോട്ടായിട്ട് ഉള്ള വില്ലേജിൽ ജീവിക്കേണ്ടി വന്ന ഒരു കുട്ടിയും ഒരു അർബൻ സ്റ്റൈലിൽ ജീവിക്കേണ്ട വ്യക്തിയൊക്കെ ഒരേ രൂപത്തിൽ ആ ഒരു സ്റ്റേജിൽ കാണുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇരിക്കുന്നവര് സിവിൽ സർവൻസ് ഉണ്ട്, 35-38 വർഷമൊക്കെ രാജ്യത്ത് സേവനം നടത്തിയവർ. ഇപ്പൊ എൻ്റെ ഇന്റർവ്യൂയുടെ അധ്യക്ഷ ശ്രീമതി ശശിയുബൻ ത്രിപാഠി എന്ന് പറഞ്ഞാൽ അവര് അമേരിക്കൻ അംബാസിഡർ ആയിരുന്നു. അവര് പൂനെ കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ഗോൾഡ് മെഡലോട് കൂടി MA പാസ്സായ, പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സായ ആളാണ്. അവരെ മുന്നിൽ മലയാളത്തിൽ ഇന്റർവ്യൂവിന് വന്ന ഒരാളെ ഒരു ഘട്ടത്തിലും ചെറുതായി കാണാനോ അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനപ്പുറം എനിക്ക് പൂർണ്ണമായ പിന്തുണയും എല്ലാ അർത്ഥത്തിലും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പിന്തുണയാണ് നമുക്കൊക്കെ അവിടെ കിട്ടുന്നത്. സോ the real task in front of you right now is not to bother about the interview or personality tests. The issue is you have to clear the first 2 stages immediately. Preliminary, അവിടെ ഈ പറഞ്ഞ ഈ മനുഷ്യനായിട്ടുള്ള കോണ്ടാക്ട് ഒന്നുമില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ if your answer is correct, you are going to be selected. അതൊരു തരം ഓൺലൈൻ ടെസ്റ്റ് പോലെ നമ്മളൊരു യാന്ത്രികമായ തരത്തിൽ നമ്മൾ നൽകുന്ന ആൻസർ ആണ്. മെയിൻസിന് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു പേഴ്സണൽ ടച്ച് വരുന്നുണ്ട്. ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അല്ലെ. അപ്പൊ ഇത് നന്നായി മനസ്സിലാക്കി നിങ്ങൾ എന്താ പറയാ, പ്രിലിംസിന് യാതൊരു ഓപ്ഷനും ഇല്ല. നിങ്ങളുടെ ആൻസർ ഷുഡ് ബി കറക്റ്റ്. ആ കട്ട് ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കടന്നു പോകുന്നു. സോ ദാറ്റ്സ് മൈ ആൻസർ. സിൻസ് യു ഹാവ് ആസ്ക്ഡ് റിഗാർഡിംഗ് ദിസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഞാൻ എന്താ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് ഒരുപാട് ഒരു വേവലാതിയിലേക്ക് ആരും പോകരുത്. ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ ജേണിയിൽ അങ്ങനെ ഒരു സാധ്യത നിങ്ങളെ മനസ്സിൽ കയറി കൂടേണ്ടതില്ല. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് ജനിച്ചു വീണു എന്നുള്ള നമ്മുടെ ചോയ്സ് അല്ല, സ്ഥലത്ത് എത്തിയുന്നതൊന്നും നമ്മളുടെ ചോയ്സ് അല്ല. ആ ചോയ്സ് ആരാണോ ചെയ്തത് അദ്ദേഹത്തിലേക്ക് തന്നെ, ആ ശക്തിയിലേക്ക് തന്നെ അത് വിടുക. മൈ ലാസ്റ്റ് പോയിന്റ് റിഗാർഡിംഗ് ദിസ്,
നോക്കൂ, 11 വയസ്സിൽ ഓർഫനേജിൽ പോയി. 21ാമത്തെ വയസ്സിൽ നിന്ന് ഞാൻ എന്നെ കുറിച്ചുള്ള ഐ എം നോട്ട് ഓപ്പണിംഗ് ദ ട്രംപറ്റ്, ഞാൻ എന്നെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താനല്ല ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാണ്, 21ാമത്തെ വയസ്സിൽ ഞാൻ ഐ ആം എ മെച്ചേർഡ് ഇൻഡിവിജ്വൽ. 21 വയസ്സ് വരെ അല്ലെ 18 വയസ്സ് അല്ലെ 18, 21 ആ പ്രായം ആയതോടുകൂടി ഞാൻ പറഞ്ഞ ഓർഫനേജിന് പുറത്തു വരുമ്പോൾ പിന്നീട് ഞാൻ എടുക്കുന്ന ഡിസിഷൻസിന് ഐ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. ബാക്കി അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തില് നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാലങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവും, ചെറിയ നമ്മളെ ശൈശവ ബാല്യകാലങ്ങളൊക്കെ. ആ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ അല്ലെങ്കിൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൂടുതൽ വേവലാതിപ്പെടാതെ the moment you realize who you are, go ahead with full speed and achieve your dream. Any other question? ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ടെക്നിക്കൽ വേർഡ്സ്, ഇംഗ്ലീഷിലുള്ള ടെക്നിക്കൽ വേർഡ്സ് ഇംഗ്ലീഷിൽ തന്നെ ഉപയോഗിക്കാമോ? എത്ര പെർസെന്റേജ് അത്ര വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം. ഞാൻ ഈ പരീക്ഷ എഴുതി പാസ്സായ ഒരാളാണെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത് ഇത് ഇങ്ങനെ ഒരു പെർസെൻറ്റേജോ ഒന്നും ആർക്കും ഉത്തരം പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു ആത്യന്തികമായിട്ട് ഈ പരീക്ഷാ പേപ്പർ വാല്യൂ ചെയ്യുന്നത് ആരാണ്? ഒന്നാമത്തെ കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, അത് മലയാളം അറിയുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം മലയാളം ഭാഷയെ സ്നേഹിക്കുന്ന ഒരാളായിരിക്കാം. അതോടൊക്കെ നമ്മൾ നീതി പുലർത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. കാരണം എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ലോകത്ത് പരീക്ഷയിലെന്നില്ല ഏതൊരു കാര്യത്തിലും നമ്മളാ സംസാരിക്കാൻ നമ്മൾ ആരോടാണോ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണോ എഴുതാൻ പോകുന്നത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും, അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഹിസ്റ്ററി ഓപ്ഷനായിട്ട് എടുത്തവരുണ്ടാവും. അത് മലയാളത്തിൽ എഴുതുമ്പോഴായാലും ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആണെങ്കിലും ഒരു ഹിസ്റ്ററി അധ്യാപകന് വർഷങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക താല്പര്യം സ്വാഭാവികമാണ്. പക്ഷെ ആ വർഷങ്ങൾക്ക് കെമിസ്ട്രിയിലില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളിവിടെ മലയാള വാക്കുകള് നിങ്ങൾക്ക് പരമാവധി, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ അടിസ്ഥാന വിജ്ഞാനം, ആ പദാവലി നമ്മൾ ആ ഒരു ഡെവലപ്പ് ചെയ്യാതിരിക്കുക, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതിന് തീർച്ചയായിട്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല, മലയാള പത്രങ്ങളും മറ്റ് പ്രസിദ്ധീകരണങ്ങളും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. വായനയും എഴുത്തും, അതായത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഷുഡ് കോസ്, എന്താ പറയാ, സൈമിൾട്ടേനിയസ്ലി. അതായത് ഇത് രണ്ടും ഡെയിലി നിങ്ങളുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി ആയിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇനി ഏതെങ്കിലും ഒരു വാക്ക് ഇപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ നമ്മള് ആഗ്നേയശിലകളും കായാന്തരിക ശിലകളും ഇത്രയും പോലെ ഉച്ചമർദ്ദ മേഖല, നിമ്നമർദ്ദ മേഖല, ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ ഇഷ്ടംപോലെ നമുക്ക് പരിചിതമായ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് കൃത്യമായ മലയാള വാക്കുകളില്ലെങ്കിൽ, ഇപ്പൊ ക്രയോജനിക് എഞ്ചിനെന്നോ മറ്റേതെങ്കിലും വാക്ക് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതാ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അത് നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആ എഴുതിയ മുഴുവൻ ആൻസർ നോക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇതിൽ നിങ്ങൾക്ക് കഴിയാവുന്ന എല്ലാ മേഖലയിലും മലയാളം ഉപയോഗിച്ച ഒരാള് ഒന്നോ രണ്ടോ സ്ഥലത്ത് അതിന് തത്തുല്യമായ പദങ്ങളില്ലെങ്കിൽ തന്നെ എഴുതേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മൾക്കാരും ജീവിതത്തിൽ ഒരു പരീക്ഷ എഴുതി എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ആധികാരികമായിട്ട് ആർക്ക് പറയാൻ പറ്റാം. So you should be confident. നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ആ കാര്യം ഏറ്റവും വെല്ലായിട്ട്, അപ്പൊ നിങ്ങൾ അവൈലബിൾ ആയ എല്ലാ മെറ്റീരിയൽസും എല്ലാ സോഴ്സും നിങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. മലയാള നിഘണ്ടു, അല്ലെ, മലയാള ഡിക്ഷണറികൾ, മലയാളത്തിലെ പുസ്തകങ്ങൾ, ഇപ്പൊ സാമ്പത്തിക ശാസ്ത്രമൊക്കെ ആണെങ്കിൽ മിക്കവാറും നമ്മളെ യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളൊക്കെ മലയാളത്തിലുണ്ട്. നമുക്ക് മലയാളത്തിൽ ഇട്ട് പഠിച്ചൂടെ?
അത് പാഷൻ. അബ്സല്യൂട്ട് ഇപ്പൊ പുസ്തകങ്ങളെല്ലാം മലയാളത്തില് പുറത്തിറക്കിയിട്ടുണ്ട്. സിവിൽ സർവീസിന്റെ അതാണ്. ഓൾമോസ്റ്റ് 21 പുസ്തകങ്ങൾ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതെ, അത്ര റിസോഴ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പൊ അതൊരു തത്തുല്യ പദം എന്നുള്ളത് നിങ്ങൾ ആ ഒരു അതിന്റെ ആ ഒരു എഴുതി തെളിയുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് അത് തടസ്സമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ അറിയ പോലും ഇല്ല ഈ ഏത് അവിടെ വേണ്ട വാക്കുകൾ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് വരും. കാരണം ഇത് നമ്മളിങ്ങനെ ഇത് കവിത എഴുതുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് എഴുതല്ലോ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും പറയാണ്, മെയിൻസിന്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പരിമിതമായ സമയമല്ലല്ലോ. അവിടെ ഒരുപാട് ചിന്തിച്ചിങ്ങനെ ആലോചിച്ചിരുന്ന് എഴുതാനൊന്നും സമയമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യണ്ടേ. അപ്പോ സമയബന്ധിതമായി എഴുതേണ്ട ഒരു പരീക്ഷയാണ്. കൃത്യമായ സ്പേസും അതേപോലെ വാക്കുകളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ ഒരു ഈ പറയപ്പെട്ട സോഴ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ എഴുത്ത് അങ്ങോട്ട് പോകട്ടെ. ചില വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വേറെ മറ്റു നിർവാഹം ഇല്ലെങ്കിൽ എഴുതേണ്ടി വരും. നമ്മുടെ വളരെ തിരക്ക് പിടിച്ച സമയത്തിനുള്ളിലാണ് മുഹമ്മദ് അലി ഷിഹാബ് സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അവസാനം ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് സാറിനോട്. നമ്മള് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നു, 12ാം ക്ലാസ്സിന് ശേഷമുള്ള പ്രിപ്പറേഷൻ, അപ്പോഴേ പ്രിപ്പയർ ചെയ്യണം അല്ലെ 10ാം ക്ലാസ്സിന് ശേഷം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? 12ാം ക്ലാസ്? അതെ അതെ. അല്ല, ഈ പ്രിപ്പറേഷന്റെ ഒരു യഥാർത്ഥ സ്റ്റേജ് എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ നമ്മൾ അതിന് സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഒരു 12ാം ക്ലാസ്സിന് ശേഷം തന്നെയാണ്. അതായത് നമ്മളുടെ ഒരു ഗ്രാജുവേഷൻ, നമ്മുടെ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തില് നിങ്ങള് നമുക്കെല്ലാവർക്കും ഈ ഒരു പൂർണ്ണമായിട്ട് 100% സിവിൽ സർവീസിന് ഡിവോട്ട് ചെയ്യാനുള്ള തരത്തിൽ ഒഴിവുള്ളവരൊക്കെ വളരെ ചുരുങ്ങിയ ആളുകളായിരിക്കും. ജോലി ചെയ്യുന്നവരുണ്ടാവാം, പഠിക്കുന്നവരുണ്ടാവാം. നോക്കൂ, അപ്പൊ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈം പരമാവധി സമയം ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രാജുവേഷൻ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ചില പർട്ടിക്കുലർ മാസങ്ങളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിനും ആ പഠനത്തിനും വേണ്ടി ഇന്റൻസീവായിട്ട് പഠിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് സിവിൽ സർവീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ ആ പരീക്ഷാകാലൊക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ പരീക്ഷാകാലം, ഡിഗ്രിക്കുള്ള പരീക്ഷാകാലം, അപ്പൊ ആ കാലഘട്ടത്തിൽ നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ കരിയറാണ്, നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിർബന്ധമാണ്. ഒരു പക്ഷേ അത് നിങ്ങൾ ഓപ്ഷനിലാണെങ്കിൽ അത് ആ ഓപ്ഷനിലാണ് ആ സബ്ജക്റ്റ് എങ്കിൽ ഇവിടെ വളരെ ഉപകാരമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങള് പക്ഷെ എനിക്ക് പേഴ്സണൽ ആയതിൻ്റെ ഒരു അഭിപ്രായം, ഇറ്റ്സ് പ്യൂർലി പേഴ്സണൽ, എന്താന്ന് പറഞ്ഞാൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ഒരു ദിവസത്തിൽ കുറഞ്ഞ മിനിറ്റുകളെങ്കിലും, ഒരു മിനിമം ഹാഫ് ആൻ അവർ ബിഫോർ യു ഗോ ടു ബെഡ്, നിങ്ങൾ ആ ലിങ്ക്, നമ്മൾ ആ ഒരു അല്ലേ, നമ്മൾ ആ ടച്ച്, ഉദാഹരണം നിങ്ങൾ എന്തൊക്കെയോ ഒരു ദിവസം വളരെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു ഞായറാഴ്ച നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമിലും പരിപാടിയിലും ഒക്കെ പങ്കെടുത്തു, പക്ഷെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ വീട്ടിലേക്ക് വരില്ലേ? ആ ഉറങ്ങുന്നതിന്റെ മുന്നേ, ഈവൺ ഇഫ് ഇറ്റ് ഈസ് 5-10 minutes, ഇഫ് യു ക്യാൻ ഡു സം ജസ്റ്റിസ് ടു ദിസ് കോൾ, അത് നിങ്ങൾ, അതായത് ഒരു 5 മിനിറ്റ് എങ്കിലും 10 മിനിറ്റ് എങ്കിലും, ചുരുങ്ങിയത് ഒരു ഹാഫ് ആൻ അവർ. സോ യു ഐ തിങ്ക് മേക്ക് ഷുവർ ദാറ്റ് കണ്ടിന്യൂറ്റി ഈസ് ദർ. അതൊരർത്ഥത്തിൽ നിങ്ങൾ പിറ്റേന്ന് രാവിലെ ഉണർന്ന് ഞാൻ ഇന്നലെ എനിക്ക് പൂർണ്ണമായി മിസ്സായല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സഹായിക്കും. കാരണം സ്വാഭാവികമായിട്ടും ഇതൊരു എക്സാമാണ്, ഒരുതരം കമ്പാരിസൺസ് നിങ്ങളുടെ മനസ്സിൽ വരും. സുഹൃത്ത് ഇന്നലെ മൊത്തം പഠിക്കുകയാണെന്നുള്ള വിവരം നിങ്ങൾക്ക് അറിയാം. ഇതെല്ലാം കൂടി നിങ്ങളെ മനസ്സിൽ ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ, കാരണം ഈ ബോംബുകളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അത് നമ്മളെ അസ്വസ്ഥരാണ്. മീൻസ് ബോംബ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ ഏത് കാര്യത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് യാത്രയിൽ പഠിക്കാം അല്ലേ? നിങ്ങൾക്ക് അപ്പൊ നിങ്ങളെ കഴിയിൽ ആ സമയം
ഇതിനോട് നിങ്ങൾ ഈ പറയപ്പെട്ട പെർട്ടിക്കുലർ ഡ്രീമിനോട് നിങ്ങൾ നീതി പുലർത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നീതി പുലർത്തുന്നില്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വാട്സപ്പിലും മറ്റു കാര്യങ്ങളിലൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മിക്കവാറും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ എന്താണ് റിസൾട്ട് എവിടെ വരികയെന്നാണ്. സോ യു ഫോക്കസ്. ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കിതൊരു ഒരുപാട് കാലം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. ഈ പരീക്ഷ ഒരു കാലം കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതി നിർദ്ധാരണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പുറത്താക്കും. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകും. സോ ദർ ഇസ് നോ ഓപ്ഷൻ ടു യു. സോ അപ്പോൾ വെൻ യു ആർ ഇൻസൈഡ് ദിസ് സർക്കിൾ യു ഫോക്കസ് ഇറ്റ്. ആ ഫോക്കസിങ്ങിനുള്ള എല്ലാ വഴികളും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാല് നമ്മളിപ്പോൾ ഡെസേർട്ട് മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ ആ മരുഭൂമിയിൽ ഇന്ന് നമ്മൾ ഒട്ടകത്തെയും അല്ലെങ്കിൽ കള്ളിച്ചെടിയൊക്കെ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? പക്ഷെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. എങ്ങനെ ഇവര് മാത്രം അവശേഷിച്ചത്? എക്സാക്ട്ലി ഇറ്റ് ഈസ് റിയലി എ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇത് നിങ്ങളെ നോക്കൂ, ഒരു വർഷത്തില് ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുന്ന 1000-1500 അടക്കമുള്ള ആളുകളേ ഉള്ളൂ. ഇതിൽ IAS ഒക്കെ കിട്ടുന്നവരെന്ന് പറഞ്ഞാൽ 100-200 ആളുകളേ ഉള്ളൂ. ആർ ഗോയിങ് ടു ബി വൺ among them എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് an ഈസി. അപ്പൊ അതിന് ഞാൻ നേരത്തെ പറഞ്ഞ തത്തുല്യമായ സാക്രിഫൈസസും ത്യാഗങ്ങളും, ഈ ത്യാഗങ്ങളുടെ ഫലമാണ് നമ്മളുടെ വിജയം. അത് പലതരത്തിലാണ്. അത് ആരോട് ബോധിപ്പിക്കാനല്ല, നിങ്ങളോട് ബോധിപ്പിച്ചാൽ മതി. സോ നിങ്ങൾ 12ാം ക്ലാസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ, 12ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു 17-18 വയസ്സാണ്. അപ്പോൾ അല്ലേ, പലതരത്തിലുള്ള നമുക്ക് മൊബൈൽ ഫോണും ഫേസ്ബുക്കും ഇങ്ങനെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ ഫ്രീ ആയിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തുന്ന സമയമാണ്. സോ യു ഹാവ് മൾട്ടിപ്പിൾ ചോയ്സസ്. ഇറ്റ്സ് അപ് ടു യു വേർ യു ആർ ഗോയിങ് ടു ഫോക്കസ്. എല്ലാം അല്ലെ. പിന്നെ ചെറിയ രൂപത്തിലൊക്കെ ഒരു സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് വരുന്നു. നമ്മൾ ആരോ ആണോ നമുക്ക് തോന്നുന്നൊരു ഘട്ടം. പിന്നെ നമുക്ക് എന്താ പറയാ, ഈ ഘട്ടത്തില് നോക്കൂ, നമുക്കത് ഒരു അച്ചീവ്മെന്റ് നടത്താൻ പറ്റുക എന്നുള്ളത് അതൊരു പരീക്ഷ എഴുതാന്ന് മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചുറ്റുപാടുള്ള ഈ ടെംപ്റ്റേഷനോടൊക്കെ പടപൊരുതിയിട്ട് വേണം നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാൻ. അത് ഇനിയിപ്പോ നോക്ക്, നമ്മൾ 2021 ഇതാണ് സ്ഥിതി. 2041 പഠിക്കുന്ന കുട്ടിക്ക് എന്തെല്ലാം ഉണ്ടാവും? അപ്പൊ അവനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. സോ അപ്പൊ ഇതൊക്കെ ഫാക്റ്റാണ്. പക്ഷെ ഇതിനൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ മറികടക്കാനുള്ള ഒരു നമ്മൾ നേരത്തെ പറഞ്ഞാല്, നമ്മളിപ്പോ കോവിഡിന് വാക്സിൻ എടുത്തെന്ന് പറഞ്ഞാല് ഇതൊക്കെ മറികടക്കാനുള്ള ഒരു ഇൻബിൽട്ട് മെക്കാനിസം നമ്മുടെ ബോഡിയിലും നമ്മുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് മറികടക്കാൻ പറ്റൂ. അത് ആക്ടിവേറ്റ് ചെയ്യും അല്ലേ? നിങ്ങൾ രാവിലെ അല്ല രാത്രിയോ എപ്പോഴാണെങ്കിൽ ഉണരുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് മെഡിറ്റേഷൻസ്, യോഗ, പ്രാർത്ഥനകൾ, എല്ലാ വഴികളും, ഇതൊക്കെ ഈ പറയപ്പെട്ട സിവിൽ സർവീസിൽ പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം ആക്ച്വലി അവന് ഈ പരീക്ഷയിൽ വിജ്ഞാനത്തോടൊപ്പം അവന്റെ ഈ ഫോക്കസിങ്, അവന്റെ ആ മനസ്സ് ആ വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്നും വേണ്ട, നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ഒന്നുമില്ലെങ്കിൽ അന്നത്തെ ദിവസം ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ഡ്രൈവ് ചെയ്തൂടെ? കാരണം അവന്റെ ശ്രദ്ധ മുഴുവൻ ഡ്രൈവിങ്ങിലേക്ക്. അപ്പൊ നമുക്ക് ജീവിതത്തെയാണ് നമ്മൾ സത്യത്തില് നമ്മൾ ഈ പറയപ്പെട്ട ഈ ക്വാളിറ്റിയിലൂടെ ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അതുകൊണ്ടാണ് ഈ സാധാരണ നമ്മൾ പറയുന്നത്, നോക്കൂ, നമ്മൾ സാധാരണ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ വന്ന അവസാനം അമേരിക്ക കിട്ടി എന്ന് പറഞ്ഞാല് അല്ലേ? ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അവസാനം കിട്ടാൻ പോകുന്ന പരീക്ഷ പാസ്സാവലൊക്കെ ഒരു പക്ഷെ വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സെൽഫ് ഡിസിപ്ലിൻ ലൈഫും ജീവിതത്തിലെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു ഔട്ട്ലുക്കും ഒരു അപ്ഡേഷനും
എല്ലാത്തിനും പുറമെ വേറെവർ ഈസ് ഗോയിങ് ടു ബി, കാരണം ഒരു പക്ഷെ നാളെ ഈ എന്തോ ഒരു കാരണം കൊണ്ട് പക്ഷേ നിങ്ങളെ വിജയത്തിന്റെ മേഖല ഇതല്ല, നിങ്ങൾ ഇതിനേക്കാളും വലിയ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്നുള്ളത് പ്രകൃതിയുടെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ പക്ഷെ ഐ ആം ഷുവർ ദ ക്വാളിറ്റീസ് ആൻഡ് the traits which you have already acquired here is going to be helpful for you wherever you are. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ജീവിതത്തിൽ സാധാരണ ഒരു പലചരക്ക് കടയിൽ പോയി കുത്തിർന്നാലും നിങ്ങളായിരിക്കും അവിടുത്തെ മെഡിക്കൽ. ഏറ്റവും നല്ലൊരു എന്താ പറയാ, അവിടെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുകൾക്ക് ഉണ്ടാവും. കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്ത, നിങ്ങൾ ഈ പറയപ്പെട്ട എല്ലാത്തിനെയും മറികടന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. ഡോൺ വെറി, നിങ്ങൾക്ക് ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ ഈ ജീവിതത്തെ ആസ്വദിക്കാനുള്ള ഒരു വലിയ തിരിച്ചറിവാണ്, ആ അവബോധമാണ്, ആ റിയലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇതിന്റെ പാർട്ടായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇതൊരിക്കലും ഒരു എന്താ പറയാ, നമുക്കൊരു ഒരു നഷ്ട കച്ചവടമായിട്ട് എവിടെയും വരുന്നില്ല എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സംവാദം. ഇന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, കേരളത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഒരു അർത്ഥവത്തായിട്ടുള്ള സംവാദമാണ് നമുക്കിവിടെ നടന്നത്. പ്രത്യേകിച്ചും മുഹമ്മദ് അലി ഷിഹാബ് സർ കഴിഞ്ഞ 1.5 മണിക്കൂറിലധികം സമയമായി, 1.25 മണിക്കൂറോളം സമയമായി സിവിൽ സർവീസ് എക്സാം മലയാളത്തിൽ എഴുതുന്നതിന്റെ ഉൾപ്പെടെ, അതിനപ്പുറം സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചു. നമ്മളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നു. എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, അവരുടെ ജീവിതം മുൻപോട്ടേക്ക് പോകാനുള്ള ഒരു വലിയൊരു ഇൻസൈറ്റ് ഇന്നത്തെ ഈ ടോക്കിൽ നിന്ന്, ഇന്നത്തെ ഈ പ്രഭാഷണത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാം ലഭിച്ചു എന്ന് കരുതുകയാണ്. അദ്ദേഹത്തിന്റെ വലിയ തിരക്കുകൾക്കിടയിലും വന്നതിലുള്ള നന്ദി അറിയിക്കുന്നു. സാർ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കണം. ഓവർ ടു യു സർ. ഞാൻ അങ്ങനല്ല, ഞാൻ ചോദ്യങ്ങളാണെന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഓക്കെ നമ്മൾ ടൈം ഒരുപാട് എടുത്തു, പക്ഷേ എപ്പോഴും നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയാനാണ്. ആസ് എ കൺക്ലൂഡിങ് റിമാർക്ക്, എന്താ പറഞ്ഞത്, വാട്ട് വി ഹാവ് ഡിസ്കസ് ടുഡേ എന്നുള്ളത് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വൈജ്ഞാനിക മേഖലയിലുള്ള അറിവാണ് നമുക്ക് വേണ്ടത്. അതെന്താണ് നമുക്കൊക്കെ അറിയാം. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സിവിൽ സർവീസിന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അത് ഏത് ഭാഷയിൽ എഴുതി പ്രതിഫലിപ്പിക്കണം എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പൊ അത് നിങ്ങൾ ടൈം എടുത്ത് നിങ്ങളുടെ ഈ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ടേക്ക് എ ഡിസിഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇത് നേടുമ്പോൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ഈ പറഞ്ഞ ഭാഷയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അറിവൊന്നും അല്ല. ആത്യന്തികമായിട്ട് ഇതിന്റെ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷനാണ് നിങ്ങളെ വിജയത്തിലെത്തിക്കുക. ബാലൻസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന ഓരോ മിനിറ്റുകളും, ഓരോ അവസരങ്ങളും, നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ഓരോ വ്യക്തിത്വങ്ങൾ, നിങ്ങൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരുപാട് പുസ്തകങ്ങൾ അല്ലേ. നമ്മളുടെ ഒക്കെ ഒരു പ്രശ്നം, നമുക്ക് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഏത് പുസ്തകം വായിക്കണം, എത്ര വായിക്കണം എന്നൊന്നും നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രയാസം നമ്മൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് ഒരു മെന്ററുടെ റോള് വരുന്നത്. ഓക്കെ, വാട്ട് ടു റീഡ്, വാട്ട് നോട്ട് ടു റീഡ്. വലിയൊരു പുസ്തകം നിങ്ങൾ വായിക്കാനിരുന്നാൽ മാസങ്ങൾ പോകും. അപ്പൊ എന്ത് വായിക്കണം, ഏത് ചാപ്റ്റർ വായിക്കണം, ഏത് ചാപ്റ്റർ വായിക്കേണ്ട എന്നുള്ളത് നിങ്ങൾ വേർതിരിച്ചാൽ മാത്രമേ ഈ പരീക്ഷ പാസ്സാവുള്ളൂ. ഒരു സംശയമില്ല. കാരണം നിങ്ങൾക്കെല്ലാം വായിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റിയോട് കൂടി പറയുകയാണെങ്കിൽ, നമ്മളൊരു പുഴയുടെ, ഒരു നദിയുടെ ഈ കരയിലാണ്. നമുക്ക് ആ കരയിലെത്തണം. ഏത് വഴിയും നിങ്ങൾക്ക് സ്വീകരിക്കാം അല്ലേ. നിങ്ങൾ ബോട്ടിൽ സഞ്ചരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങി നീന്തിയാലും കുഴപ്പമില്ല. അതല്ല, നിങ്ങൾക്ക്
വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ. പക്ഷെ അതിനെക്കുറിച്ച് ആരും കൺസേൺ അല്ല. നമ്മുടെ ഇഷ്യൂ എന്താണ്, വെദർ വി ഹാവ് റീച്ച്ഡ് ദേർ ഓർ നോട്ട്, ആ കരയിൽ എത്തിയോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി, കാരണം നല്ല അടിയൊഴുക്കുള്ള ഈ വെള്ളത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവും അത്ര എളുപ്പമല്ല. അപ്പൊ ഇതിന്റെ സ്ട്രാറ്റജി നിങ്ങൾ, ഐ റിപ്പീറ്റ്, യുവർ സ്ട്രാറ്റജി എന്നുള്ളത് ഒരാളെയും ഇമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ പോകണ്ട. നിങ്ങളത് തന്നെ നാളെ ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ അനദർ ഹിസ്റ്ററി കേട്ടോ. നിങ്ങൾ കടന്നു വരുന്ന ഒരു ആ വഴികളൊക്കെ, ആ വഴിയിൽ നിന്നാണ് യു നീഡ് ടു ഡിറൈവ് യുവർ എനർജി. ജീവിതത്തിന്റെ പിന്നിട്ട വഴികളിൽ നിങ്ങൾ അനുഭവിച്ച അനുഭവങ്ങൾ, അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിനെ ചെറുതായി കാണണ്ട. ബിക്കോസ് ഈ പ്രകൃതി നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു പ്രത്യേകമായ ഒരു ഒരു ജീവിത സാഹചര്യത്തിലൂടെയും നിങ്ങൾക്ക് കിട്ടിയ എക്സ്പോഷർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഏത് സ്കൂളിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് അല്ലായിരുന്നു അല്ലേ? പക്ഷെ നിങ്ങളെ ചോയ്സുകളുടെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഇറ്റ്സ് ഗോയിങ് ടു അഫക്റ്റ് യു ത്രൂ ഔട്ട് യുവർ ലൈഫ്. അതാണ് ഇമ്പോർട്ടൻസ്. വളരെ ശരിയാണ്. പോയി ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഞാൻ ഒരുപാട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്കും ഓഫീസ് ടൈമായി, കുറച്ച് വൈകിയെങ്കിലും, ഒരു മനുഷ്യ ജീവിതത്തിൽ അയാൾ തിരഞ്ഞെടുക്കുന്ന കരിയർ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. നമ്മൾ വെറുതെ ചിന്തിച്ചു നോക്കൂ, അയാളെ റിലേഷൻസ്, അയാളെ ബന്ധങ്ങൾ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കിടക്കുക അല്ലേ? അയാളെ ഇൻഫ്ലുവൻസ്, അയാളുടെ സ്വാധീനം, അയാൾക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റുന്നു. അതിലേറെ നോക്കൂ, നമുക്ക് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അയാളുടെ ഫ്രണ്ട്സ്, അയാളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് പലപ്പോഴും കരിയർ. എല്ലാത്തിനും പുറമെ അദ്ദേഹം അറിയപ്പെടാൻ പോകുന്നത് ആ കരിയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ കരിയർ എന്നുള്ളത്, ഈവൻ നോട്ട് ഓൺലി ദാറ്റ്, ഈവൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളർച്ചയും വികാസവും വലിയ, ഇത് മാത്രം നല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ഹാസ് എ പിവോട്ടൽ റോൾ. അതിന് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് യു ഹാവ് ടു ബി ഹാപ്പി. ഏതർത്ഥത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും സന്തോഷവാനാവണം. ഇന്ത്യയിലെ അതിപ്രധാനമായ ഒരു പരീക്ഷ എഴുതുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എത്തി. ഇവിടെ എത്തിയല്ലോ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും എത്തിയിരുന്നെങ്കിലോ? ഇവിടെ എത്തി. അപ്പൊ ഇനി യു ഷുഡ് ബി ഹംബിൾ എനഫ് ടു അക്വയർ ദ നോളജ്. നിങ്ങൾ ആ ഒരു ഹ്യൂമിലിറ്റിയാണ്, നിങ്ങളുടെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് നിങ്ങൾ എന്താ പറയുക, വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. ശ്രദ്ധിക്കുക, ഞാനത് ഒരു ഉപദേശമായിട്ടല്ല നിങ്ങളോട് പറയുന്നത്, മറിച്ച് അത് പലപ്പോഴും ഒരു റിയാലിറ്റിയാണ്. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. അപ്പൊ എനിക്ക് എന്താണ് ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പൊ ഒന്നാമത്തെ കാര്യം ഏതാണ്, നിങ്ങൾ ഇന്നത്തെ രാത്രി, ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ന് രാത്രി എന്നല്ല, ദ കമ്മിങ് ഡേയ്സ്, ടേക്ക് ടൈം, തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏത് ഭാഷയിൽ എഴുതണം എന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കുക. അത് 1-2 ദിവസം കൊണ്ട് എടുക്കേണ്ടതല്ല. ഒരുപാട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ സിലബസും ഈ മേഖലയിൽ മുന്നേ നടന്നു പോയ ആളുകൾ, വിജയിച്ചവരുണ്ടാവാം, ഇനി വിജയിച്ച ആളുകളെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇന്റർവ്യൂ ഓഫ് പ്രിലിംസ് ഒക്കെ പാസ്സായ ആളുകൾ, ശ്രീ ജോബിനെ പോലെയൊക്കെയുള്ള വളരെ നാരോ ആയ കാരണം കൊണ്ട് ടെക്നിക്കലി സർവീസിൽ എത്തിയില്ല എന്ന് മാത്രം പറയുന്ന എത്രയോ ആളുകൾ. അപ്പൊ അത് എല്ലാവരുടെയും ഈ ഇൻപുട്സ് ഒക്കെ എടുത്ത്, അവരുടെ ഒപ്പീനിയൻ ഒക്കെ എടുത്ത്, പക്ഷെ ഡിസിഷൻ യു ഹാവ് ടു ടേക്ക്. അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഒരു കാരണവശാലും ഒരാൾക്ക് വിട്ടുകൊടുക്കരുത്. കാരണം ദിസ് ഈസ് യുവർ ലൈഫ്. ഞാനിപ്പോ നാഗാലാൻഡിൽ ഇരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ലോകത്ര ചെറുതാ. നാഗാലാൻഡ് കൊയ്മ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരാളെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നുമല്ല. ഇതേപോലെ ഇവിടെ ഉള്ള ഒരാളോട് നിങ്ങളെ കുറിച്ച് നോക്കൂ, നമ്മൾ ഈ ലോകത്ത് വളരെ പരിമിതമായ ഒന്നുമല്ല, എന്നാൽ നമ്മൾ ആരോ ആണാണ്. അപ്പോ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി? ഈ സിവിൽ സർവീസ് എന്നുള്ള പരീക്ഷയൊക്കെ നമുക്ക് മാറ്റി നിർത്തി
ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്തു. വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ സൊസൈറ്റി? ഇവിടെ ഒരു സംശയവുമില്ല, നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഒരു ക്ലാസ് മുറിയിൽ എത്തിയാൽ നമ്മളൊക്കെ അറ്റൻഡൻസ് ഇവിടെ ഉണ്ട്. അവർ പ്രസൻസ് ഇസ് ഹിയർ അല്ലെ, നമ്മളെല്ലാവരും പ്രസൻസ് ഉണ്ട്. ബട്ട് എന്താണ് വെദർ വി ആർ മേക്കിംഗ് എനി കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന് നേരത്തെ ഒരാൾ എന്നോട് ചോദിച്ചു, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ എന്താണ് സിവിൽ സർവീസിന് ചെയ്യേണ്ടത്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, ബി എ റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ. നിങ്ങളൊരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ ആയി മാറിക്കഴിഞ്ഞാൽ, ഐ ഫീൽ റെസ്പോൺസിബിൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഈ റിയലൈസേഷൻ വന്ന ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണാൻ പറ്റും. ഓഫ് കോഴ്സ് ടൈം മാനേജ്മെന്റ്, ഓൾ അതർ ഫാക്ടേഴ്സ് ആർ കമ്മിങ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളൊക്കെ പല ക്ലാസ്സുകളായിട്ട് കേട്ടത് കൊണ്ട് ഞാൻ അതിൽ പോകുന്നില്ല. പക്ഷേ ഈ കടന്നു പോകുന്ന മിനിറ്റുകളും മണിക്കൂറുകളാണ് നിങ്ങളെന്ന മനുഷ്യനെ രൂപപ്പെടുത്തുന്നത്. വളരെ കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഈ സിവിൽ സർവീസ് പരീക്ഷ പ്രിപ്പറേഷൻ എന്നുള്ളത് അതൊരു ഒരു എന്താ പറയുക, ഒരു ജൈവികമായ ഒരു പ്രക്രിയ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് നിങ്ങൾ മാറ്റിമറിക്കും. എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങളത് യു ഷുഡ് എൻജോയ് ദാറ്റ് എക്സസൈസ്. അത് എൻജോയ് ചെയ്യാം. നമ്മൾ മനസ്സും മുഖമൊക്കെ പലപ്പോഴും വാടിപ്പോവാൻ സാധ്യതയുണ്ട്. പലരും കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ഞെട്ടലോട് കൂടി നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? യു ഹാവ് ടു സ്പീക്ക് യുവർ സെൽസ്. ഇതൊക്കെ ഞാൻ മറികടക്കും. ഞാൻ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ടെൻസിങ്, എഡ്മണ്ട് ഹിലാരിയുടെ ഒക്കെ എവറസ്റ്റ് കീഴടക്കിയ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ഇത് പറ്റും എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ അറിവോ വിജ്ഞാനമോ ഒക്കെ വളരെ പ്രധാനമാണ്, ഭാഷ വളരെ പ്രധാനമാണ്. ഇതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക. പക്ഷെ at the end of the day, you as a person, whether you are making extreme focusing in this extreme focusing, because the genius is nothing less is an extreme focusing. ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ, അത് ഏത് കാര്യത്തിലാണെങ്കിലും എക്സ്ട്രീം ആയിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ റിസൾട്ട് ഈസ് അഷ്വേർഡ്. റിസൾട്ട് അഷ്വേർഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോ ഇനി സ്വാഭാവികമായിട്ടും ഇത്ര വാക്കുകൾ കേട്ട നിങ്ങൾക്ക്, പണ്ടൊരിക്കൽ ഞാൻ ഒരു ക്ലാസ്സിൽ കുറേ സംസാരിച്ച് സിവിൽ സർവീസിനെ കുറിച്ച് കുറേ പറഞ്ഞപ്പോൾ ഒരു 8ാം ക്ലാസ്സിലെ പയ്യൻ എണീറ്റ് എന്നോട് ചോദ്യം ചോദിച്ചു. അത് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു ചോദ്യമാണ്. സാറേ, IAS കിട്ടിയാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചു. നമ്മുടെ നാട്ടില് ഇതൊക്കെ പറഞ്ഞാലും അവസാനം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യന് എന്താ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വാഭാവികമായ ചോദ്യം. എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്ത് കാര്യമായാലും നമ്മള് ചോദിക്കാതെയും പറയാതെയും പറയുന്ന ഒരു കാര്യം ഇതാണ്. നോക്കൂ, നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവുന്ന ആ ദിവസത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കാരണം ഇന്ന് ഈ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായവരുടെ എണ്ണം ഇന്നും കുറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ മലയാളത്തിലൊക്കെ എഴുതി പാസ്സായവരുടെ എണ്ണമൊക്കെ ഇപ്പോഴും ഒറ്റ അക്കത്ത് നിൽക്കുകയാണ് കേരളത്തിൽ, അല്ലേ? അപ്പൊ അങ്ങനെ ഉള്ള ഈ ഒരു ഘട്ടത്തിൽ നോക്കൂ, ഇന്നത്തെ സൊസൈറ്റി ഇന്നും ഈ ഒരു സിവിൽ സർവീസിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. യു ആർ ഗെറ്റിംഗ് സം സോഷ്യൽ റെക്കഗ്നിഷൻ. അല്ലേ? അതുണ്ട്. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ വി ആർ എൻജോയിങ് ദാറ്റ്. അതായിരിക്കാം ഒരു പക്ഷെ നമ്മളെ പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്നത്, വൺ ഓഫ് ദ റീസൺ. അപ്പോ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ ആ സിവിൽ സർവീസ് പാസ്സാവുന്ന ആ റിസൾട്ട് വരുന്ന ആ ദിവസത്തിന്റെ ആ കളർഫുൾ നാച്ചർ? ഒരു സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് പലപ്പോഴും നിങ്ങളെ പാരൻസിന്റെ പോലും എല്ലാ അഡ്രസ്സൊക്കെ അവിടെ മാറി മറയാണ്. കാരണം നിങ്ങൾ ആ IAS അല്ലെ IPS അല്ലെ സിവിൽ സർവീസ്, ആളുകൾ അങ്ങനെയാണ് പറയാം നമ്മുടെ നാട്ടിൽ. ആ പാസ്സായ അവളുടെ അമ്മ അല്ല അവളുടെ അച്ഛൻ അല്ലെ, നമ്മൾ ആ ഒരു മൊത്തം സെനാരിയോ തന്നെ മാറി മറയാണ്. സോ മാത്രല്ല, നിങ്ങൾ
ഞാൻ ഈ പുസ്തകത്തിൽ ഇതിന്റെ ഈ വിരലക്ഷത്തിന്റെ അവസാന പാർട്ടിൽ പറയുന്നുണ്ട്, നോക്കൂ, ഈ ശതാബ്ദി എക്സ്പ്രസിൽ ഡെറാഡൂണിലെത്തിയ ഞാൻ മസൂറിയിലേക്ക് തിരിച്ചു. ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷന് മുന്നിലിറങ്ങി കാവൽക്കാരിൽ നിന്ന് അനുമതി വാങ്ങി സ്വീകരണ മുറിയിലേക്ക് കടന്നു. ഗംഗാ ഹോസ്റ്റലിലെ 216 നമ്പർ മുറിയാണ് എനിക്ക് താമസിക്കാൻ അനുവദിച്ച് കിട്ടിയത്. അടുത്ത ദിവസം പ്രവേശന നടപടികൾ പൂർത്തിയാക്കി. പിറ്റേന്ന് രാവിലെ എന്നെ ഉണർത്തിയത് കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ്. വാതിൽ തുറന്ന എന്റെ മുന്നിൽ ആവി പാറുന്ന ചായയുമായി ഹോസ്റ്റൽ അറ്റൻഡർ വിക്രം. അലി, ഇന്ന് PT ഉണ്ട്, വേഗം തയ്യാറാകൂ, സഹമുറിയൻ കല്യാൺ ഓർപ്പിച്ചു. യൂണിഫോം ധരിച്ച് ഞാൻ പോളോ ഗ്രൗണ്ടിനെ ലക്ഷ്യമാക്കി നടന്നു. തൊണ്ണൂറ്റി 1991 ഒരു ഇരുമ്പ് വെട്ടിയും പിടിച്ച് ഇപ്പൊ മുസ്ലിം അനാഥശാല എന്ന് പറയുന്ന ഒരു യതീംഖാനയുടെ 5ാം ക്ലാസ്സിൽ പൂർണ്ണമായും അനാഥരായ കുട്ടികളുടെ ഒരു സ്ക്വാഡില്, അതായത് ഒരു വലിയ ഹാളില് പെട്ടിയും പിടിച്ച് നിസ്സഹായനായി നിന്ന ഞാന് 2011 91 ഓർഫനേജിലെത്തുന്നത്. 2001 തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. 2011 20 വർഷം കഴിഞ്ഞ് സൂറിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രിയിലെത്തുമ്പോൾ സഹമുറിയനായിട്ട് കല്യാൺ വന്നു. നിങ്ങൾ നാളെ ഈ സർവീസിലെത്തുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയാണ്. നിങ്ങളുടെ ഇന്ത്യൻ ഫോറിൻ സർവീസിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ദ വേൾഡ് ആണ്. ഇതൊക്കെ ഈ രാജ്യം, ഈ മഹത്തായ രാഷ്ട്രം ഇത്ര ചെറിയ പ്രായത്തിൽ നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. എന്താ ഇപ്പം ഇതിൻ്റെ യോഗ്യത? ആകെയുള്ള യോഗ്യത ഒരു ഡിഗ്രി. ബാക്കിയൊക്കെ നമ്മളെ എഫിഷ്യൻസിയും ഈ കാര്യങ്ങളും വെച്ച് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഇതെന്താണ് എന്ന് നിങ്ങൾ കുറച്ചുകൂടി തിരിച്ചറിയാം. മസൂറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഭാരത് ദർശൻ എന്നറിയപ്പെടുന്ന 56 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും സ്വപ്നം കാണാൻ പറ്റാത്ത പല തരം ട്രെയിനിങ്ങുകളുടെയും അനുഭവങ്ങളിലൂടെയൊക്കെ പോവാൻ നിങ്ങളുടെ ജീവിതം ബാക്കിയെടുക്കുകയാണ്. ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്. ഞാനിപ്പോഴും ഓർക്കുകയാണ്, ഞങ്ങൾ ഓർഫനേജിൽ പഠിക്കുന്ന സമയത്ത്, 30 പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ 10th പഠിക്കുമ്പോൾ ഞങ്ങളെ സ്കൂളിൻ്റെ തൊട്ട താഴെയായിരുന്നു ഒരു MIM കോളേജ് എന്ന് പറയുന്ന ആർട്സ് കോളേജ്, അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഓർഫനേജിന്റെ കീഴിലുള്ള കോളേജാണ്. ഈ കോളേജ് താഴെയും ഞങ്ങളുടെ സ്കൂളിൽ മുകളിലുമാണ്. ഞങ്ങളെ ക്ലാസ്സിൽ 1ാമത്തെ പീരീഡും 2ാമത്തെ പീരീഡും മിക്കവാറും കുട്ടികളുണ്ടാവും. 2ാമത്തെ പീരീഡ് വിട്ട് കഴിഞ്ഞാൽ തൊട്ട താഴെയുള്ള കോളേജിൽ ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കുട്ടികളെല്ലാവരും പോയിരുന്ന് ആ പരിപാടിയുടെ ആദ്യത്തെ എല്ലാ കസേരയും ഈ ഓർഫനേജ് കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കും. എനിക്കിന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പലതരം ചിന്തയും വരുന്നുണ്ട്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഈ കോളേജിൽ പോവില്ല എന്ന് തിരിച്ചറിഞ്ഞ് വേണമെങ്കിൽ ഒരു പക്ഷെ അവരെ ആ ഒരു ഘട്ടം എൻജോയ് ചെയ്ത ആളുകളായിരിക്കാം. ഈ പോയ ക്ലാസ്സിൽ 40ഓ 50ഓ വരുന്ന എൻ്റെ സഹപാഠികള് അവര് പോയപ്പോ അവരെവിടെയാണ് പോയത് എന്ന് പറയാൻ വേണ്ടി നിർബന്ധിത സാഹചര്യത്തിൽ ക്ലാസ്സിൽ നിൽക്കേണ്ടി വന്ന 1ഓ 2ഓ ആളുകളിൽ ഒരാളാണ് ഞാൻ. കാരണം ടീച്ചർ വരുമ്പോൾ എവിടെ പോയി ബാക്കിയുള്ളവരെന്ന് പറയാൻ 1-2 ആള് വേണ്ടേ. അന്ന് ഒരിക്കൽ സുകുമാരൻ സാറ് ക്ലാസ്സിൽ വന്ന് ഇവരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്തി. അന്ന് സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ പുസ്തകത്തിൽ ഒരു ഘട്ടത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ള ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ അധ്യാപകനായിരുന്ന സുകുമാരൻ സാറ് എന്തെല്ലാം പറഞ്ഞിട്ടും ഒരു മാറ്റമില്ല എന്ന് പറയുമ്പോൾ അവസാനം ഞങ്ങളോട് ഒരു പ്രത്യേകമായ ഒരു ഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് വളരെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്,
പ്രിയപ്പെട്ട കുട്ടികളെ, എങ്ങാനും പത്താം ക്ലാസ് നിങ്ങൾ 10ാം ക്ലാസ്സിലാണെന്ന് 10th-ലാണ്, അതായത് മെട്രിക്കുലേഷനിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എങ്ങാനും കളിക്കാൻ പോവുകയാണെങ്കിൽ, അതായത് കളിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുകയും കാര്യങ്ങളും ചെയ്യാതെ അലംഭാവത്തോടെ നടക്കുകയാണെങ്കിൽ നിങ്ങളെ കളി ഇതോടുകൂടി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അതല്ല, നിങ്ങളെങ്ങാനും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ യഥാർത്ഥ കളീന്ന് ഉദ്ദേശിച്ചത് ആ കാണാത്ത ലോകം കാണാനും അറിയാത്ത ലോകങ്ങൾ കീഴടക്കാനും മനുഷ്യരെ കണ്ടുമുട്ടാനും ജീവിതത്തിന്റെ ഉയർന്ന വിധാനങ്ങളിലേക്ക് നടന്നു പോകാനൊക്കെ ഉള്ള ഒരുപാട് മേഖലകൾ ഇനിയും കീഴടക്കാനുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയുടെ വാക്കാണ് സുകുമാരൻ സാറ് അന്ന് പറഞ്ഞു വെച്ചത്. ക്ലാസ്സിലെ പല കാര്യങ്ങളും കേട്ടിട്ടില്ലെങ്കിലും അത് ഏതോ ഒരു ഘട്ടത്തില് പല ഘട്ടങ്ങളിലായിട്ട് എൻ്റെ മനസ്സിൽ ഒരു അലയൊലിയായി നിലനിന്നൊരു വാക്കാണ്. ഇന്ന് 41ാമത്തെ വയസ്സിൽ ഈ നാഗാലാൻഡിലെ കൊയ്മയിലെ സിവിൽ സർവീസിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാത്രമാണ്. പറഞ്ഞ ആളുകളും ഇപ്പോൾ ശ്രീ ജോബിൻ സാർ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളല്ലെങ്കിൽ വേറെ കുട്ടികൾ നാളെ ആരെയും വരും, ഒക്കെ പോകും. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവമായി. ബട്ട് യു നീഡ് ടു ബി തിങ്ക് അബൌട്ട് യുവർ സെൽസ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ കാണാത്ത, അറിയാത്ത, കണ്ടുമുട്ടാത്ത സഹമുറിയന്മാരും കൂട്ടുകാരും ഒക്കെ എത്രയോ നിങ്ങളെ കാത്തിരിക്കുന്നു, അല്ലേ? ഒരു പൂമ്പാറ്റ ലോകത്ത് എത്രയോ പുഴുക്കൾ, അതായത് ഒരു പൂമ്പാറ്റയുടെ ആദിമ രൂപം നമുക്കൊക്കെ അറിയാം, ഒരു പുഴുവായിട്ടാണ് തുടങ്ങുന്നത്. ആ പുഴു ഒരു പൂമ്പാറ്റയായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആ കൊക്കൂണിൻ്റെ ഉള്ളിൽ നിന്ന് അതിശക്തമായ ആ പ്രയാസകരമായ കാലഘട്ടം ആ പൂമ്പാറ്റ സ്വയം മറികടക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ പൂമ്പാറ്റയുടെ ചിറകിന് ശക്തി വരുമെന്നുള്ളൂ. കാരണം ആ ചിറകാണ് നാളെ പൂമ്പാറ്റയെ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറക്കാനുള്ള ശക്തി നൽകുന്നത്. ചിന്തിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല്, നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പൂക്കളിൽ ഇരിക്കുന്ന പൂമ്പാറ്റയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നത്? പക്ഷെ ഇങ്ങനെ പൂമ്പാറ്റ ആവാതെ പോയ എത്രയോ, ആ കൊക്കൂണിൽ മാത്രം എരിഞ്ഞടങ്ങി പോയ എത്രയോ പുഴുക്കളായി മാത്രം ജീവിതം അവസാനിച്ചവരുണ്ട്. അതെ, ജീവിതത്തിന്റെ ആ ഒരു സ്റ്റേജിൽ, ആ പെർട്ടിക്കുലർ സ്റ്റേജിൽ നിങ്ങൾ നേടിയെടുക്കേണ്ടത് വേറൊരാൾക്ക്, ഇനി ഏതെങ്കിലും ഒരാൾ പോയിട്ട് ഈ പൂമ്പാറ്റയെ രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ആ കൊക്കൂണ് പൊട്ടിച്ച് പുറത്തിട്ടാൽ ആ പൂമ്പാറ്റയുടെ ജീവിതമാണ് അവിടെ നശിച്ചു പോകുന്നത്. പിന്നെ ഒരിക്കല് എന്നതുപോലെ ആർക്കും നിങ്ങളെ ഇവിടെ സഹായിക്കാനല്ല, എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെന്റർ റോളില് നിങ്ങളെ സഹായിക്കാനേ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. നമ്മൾ സ്വയം, ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ് പാസ്സായ ആളുകളെ നിങ്ങൾ എത്ര പേരെ കണ്ടു? അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതി എത്ര ആളുകളോട് നിങ്ങൾ ആത്മാർത്ഥമായി സംസാരിച്ചു? എത്ര ആളുകളോട് നിങ്ങൾ ഹൃദയം നിറഞ്ഞ് ബന്ധം നിലനിർത്തി? എത്ര പുസ്തകത്തോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നീതി പുലർത്തി എന്നൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുക. ആ സ്വയം തിരിച്ചറിവിൽ നമ്മൾ വിജയത്തിന്റെ അതിനുള്ളിലുണ്ട്. നമുക്ക് തന്നെ തോന്നുകയാണ് ഞാൻ ഇതോട് ആത്മാർത്ഥ പുലർത്തിയിട്ടില്ല എന്നെങ്കിൽ പിന്നെ അതിന്റെ റിസൾട്ട് എന്താന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെല്ലാവരോടും നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരുപാട് കാലമായി ഈ പരീക്ഷ വിജയിച്ച അന്ന് മുതൽ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീ ജോബിൻ പലതവണ പല ഘട്ടങ്ങളിലായിട്ട് ഇത്തരമൊരു പരിപാടിക്കും വേണ്ടി, ഇത്തരമൊരു ഇന്ററാക്ഷന് വേണ്ടി എന്നോട് ഒതുക്കുകയും പല കാരണങ്ങളെ കൊണ്ട് അത് സംഭവിക്കാതെ പോയി. പക്ഷെ ഇന്നെന്തായാലും ഇതൊക്കെ വേണ്ടി എത്രയോ സന്തോഷത്തോടെ അദ്ദേഹം മുൻകൈയെടുത്തു. തീർച്ചയായിട്ടും കൂട്ടത്തില് നമ്മളുടെ ശ്രീ ജബിൻ പയസ്, അദ്ദേഹം മനോരമ ഹൊറിസോണിൽ പല ഘട്ടങ്ങളിലായിട്ട് എന്നെ വിളിച്ചു. ഇതിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഒക്കെ തന്നു. പരിപാടി
ഈ രൂപത്തിൽ കോർഡിനേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റി. കോൺസ്റ്റന്റ് റിമൈൻഡറും മറ്റെല്ലാം തന്നു. സന്തോഷം. ഗ്രേറ്റ് പ്ലഷർ. പക്ഷേ അഗൈൻ ഐ എം റിപ്പീറ്റിംഗ് വൺ പോയിന്റ്. നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷനും ഇൻസ്പിറേഷന്റെ കുറവല്ല നമ്മുടെ ജീവിതത്തിൽ. പണ്ടൊരിക്കല് ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ടൊരു സാറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അത് അദ്ദേഹം ഒരു ദിവസം 800-900 കുട്ടികളൊക്കെ അന്ന് പല സെഷനിലായിട്ട് പഠിപ്പിക്കുന്നതാണ്. പക്ഷെ ആ മനുഷ്യന് തന്നെ തിരിച്ചറിവുണ്ട്. ക്ലാസ്സിൽ വലിയ മികവും ചോദ്യം ചോദിക്കുകയും വലിയ രൂപത്തിൽ ഒച്ചപ്പാടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതേപോലെ പലരും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹു ഈസ് ഗോയിങ് ടു വിൻ ആരാന്നുള്ള സാറോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത്, ഇതിൽ വളരെ സൈലന്റ് ആയി നിന്ന് വീട്ടിൽ പോയി സ്വന്തം മുറിയുടെ ആ ലോക്ക് കുറ്റിയിട്ട് അവിടെ ഇരുന്ന് ആ ചെയ്യേണ്ട കാര്യം, ആ പഠിക്കേണ്ട കാര്യം, ആ പഠിപ്പിച്ച കാര്യം ആവർത്തിച്ച് പഠിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ഒരു ഭക്ഷണം രക്തത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ അത് നമ്മളെ മനസ്സിൽ അന്തർലീനമായി സ്വാംശീകരിച്ചിരിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് നാളെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഡൗട്ട്ഫുൾ ആയ ഒരു കാര്യം നിങ്ങൾക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എഴുത്ത്. ഫ്രാൻസിസ് ബേക്കൻ റൈറ്റിംഗ് വിൽ മേക്ക് എക്സാക്ട് പേഴ്സൺ എന്ന് പറഞ്ഞ എക്സാക്ട് മാത്രമേ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പറയാൻ നമുക്ക് എന്തും പറയാം, നമുക്ക് ഡിബേറ്റിൽ പറഞ്ഞു പോയി. പക്ഷെ എഴുതണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി. എക്സാക്ട് പോയിന്റുകൾ മാത്രമേ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ദിസ് എക്സാം ഈസ് നോട്ട് എ സ്പീച്ച്. ഇത് നമുക്ക് പ്രഭാഷണം നടത്താനോ മറ്റേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുതി നിങ്ങൾ ആ ഒരു റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എഫേർട്ട്, നിങ്ങളുടെ ടൈം അതിനനുസരിച്ചൊക്കെ വീതം വെച്ച് ആ വാതിൽ അടച്ച് കുറ്റിയിട്ട് എന്താ പറയാ, നമ്മള് നഗരപ്രദേശങ്ങളിലും മറ്റൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുള്ള പോസിബിൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളെ വഴി തെറ്റാനുള്ള ഒരുപാട് വഴികളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്താ പറയാ ആ ലക്ഷ്യത്തിലേക്ക്. ഐ വിഷ് ഓൾ ഓഫ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഭാവിയിലെ IAS IPS മറ്റ് സർവീസിലെ ഉദ്യോഗസ്ഥരാണ്. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിൽ മീറ്റ് once again in another call. Best wishes. Thank you. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് നമ്മളുടെ പാർട്ടിസിപ്പൻസുമായിട്ട് സാർ ഒരുപാട് സംസാരിച്ചു. സാറിന്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു. മലയാളം എന്ന നമ്മുടെ ടോപ്പിക്കിൽ ഉപരി ഒരു സിവിൽ സർവന്റ് ആകാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യനാകേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ സാറ് പറഞ്ഞു. കാരണം നമ്മുടെ പഴയ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു ഉത്തേജനമാക്കി എടുത്തുകൊണ്ട് ഓരോ അനുഭവങ്ങളും ഓരോ എക്സ്പീരിയൻസസ് ആണ്. അതിൽ നിന്നും മുന്നോട്ട് പോകുക. അത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിന് നന്മ ചെയ്യുക, ഒരു നല്ല വ്യക്തിയായി മാറുക എന്നുള്ളതാണ് സാർ എപ്പോഴും പറഞ്ഞത്. സാർ വളരെയധികം നന്ദി. നമ്മുടെ ഈ ഒരു സെഷനിൽ വരികയും നമ്മുടെ പാർട്ടിസിപ്പൻസുമായിട്ട് ഇത്രയും വിശദമായി സംസാരിക്കുകയും ചെയ്ത ശ്രീ മുഹമ്മദ് അലി ഷിഹാബ് സാറിന് മനോരമ ഹൊറൈസന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഒപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ നടത്താൻ അബ്സല്യൂട്ട് IAS ചേർന്ന് നടത്താൻ സാധിച്ചത് ശ്രീ ജോബിനസ് കൊട്ടാരവും അദ്ദേഹത്തിന്റെ ഒരു സഹകരണം കൊണ്ട് മാത്രമാണ്. നമുക്ക് ഇത്രയും നല്ലൊരു സെഷൻ ചെയ്യാൻ സാധിച്ചതിൽ മനോരമ ഹൊറൈസന്റെ പേരിലുള്ള നന്ദി ശ്രീ ജോബിനസ് കൊട്ടാരം സാർ. താങ്ക് യു സാർ. നന്ദി, വളരെ നന്ദി. ഒപ്പം നമ്മുടെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാറ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ ഉണ്ടാകട്ടെ. എല്ലാവരും IAS അല്ലെങ്കിൽ IPS അതല്ലെങ്കിൽ ഓരോ നല്ല വ്യക്തികളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവർക്കും അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഫ്രീ മെറ്റീരിയൽസ് ഒക്കെ ഇടുന്നുണ്ട്. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് മെറ്റീരിയൽ, അതുപോലെ മലയാളത്തിലുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ഫ്രീ മാഗസിൻ ഉണ്ട്. യൂട്യൂബ് ചാനലിലും ഇങ്ങനെയുള്ള ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ഇപ്പൊ ഈ പ്രിലിമിന് ഒരുങ്ങുന്നവർക്ക് വേണ്ടി തന്നെ 3000 ചോദ്യങ്ങളുടെ ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ നിന്ന് തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്.
അബ്സല്യൂട്ടിന്റെ 2 പ്രൊജക്ടുകൾ ഭിന്നശേഷിക്കാരായ 25 വിദ്യാർത്ഥികളെ സൗജന്യമായി സിവിൽ സർവീസ് പഠിപ്പിക്കുന്ന ചിത്രശലഭം പദ്ധതിയുണ്ട്. 1 രൂപയ്ക്ക് IAS അർഹരായവർക്ക് 1 രൂപയ്ക്ക് സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും. നന്ദി.